Hi, Unit 30 ജോബ് കോസ്റ്റ്. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് ആണ് പഠിച്ചത്. യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മളൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര കോസ്റ്റ് ആക്കി അതിനനുസരിച്ച് ബേസ് ചെയ്ത് നമ്മൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡ്സ് ഡിവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് എന്ന് പറയുക. അതിന് പകരം നമ്മൾ ഓരോ ജോബിനും എത്രത്തോളം കോസ്റ്റായി നോക്കുന്നതിനാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയാം. യൂണിറ്റ് കോസ്റ്റിംഗ് നമ്മൾ ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ഉണ്ടാക്കുമ്പോൾ, അതായത് എല്ലാ പ്രൊഡക്ട്സും ഒരേ മാതിരിയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ യൂണിറ്റ് കോസ്റ്റിംഗ് മെത്തേഡ് യൂസ് ചെയ്യുക. ജോബ് കോസ്റ്റിംഗ് മെത്തേഡ് എന്ന് പറയുമ്പോൾ പല പല പ്രൊഡക്ട്സാണ്, പല പല മെറ്റീരിയൽസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു ജോബ് തീർക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം ലേബർ അവേഴ്സ് യൂസ് ചെയ്തു, എത്രത്തോളം എക്സ്പെൻഡിച്ചേഴ്സ് നമുക്കുണ്ട്, എത്രത്തോളം മെറ്റീരിയൽസ് യൂസ് ചെയ്തു, അതിനനുസരിച്ചിട്ടാണ് ജോബ് കോസ്റ്റിംഗ് വരിക. ജോബ് കോസ്റ്റിംഗ് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഓഫ് കോസ്റ്റ് ആയിട്ടാണ്. ഓരോ ജോബിന് ഒരു സെപ്പറേറ്റ് യൂണിറ്റ് ഓഫ് കോസ്റ്റ് കണ്ടുപിടിക്കുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. ഈ മെത്തേഡിൽ കോസ്റ്റ് ആർ അക്യുമുലേറ്റഡ് ആൻഡ് അനലൈസ്ഡ് ജോബ് വൈസ്. ഓരോ ജോബിൻ്റെ ഡിഫറൻസിനനുസരിച്ചാണ് ഓരോ ജോബിനും നമ്മൾ എത്രത്തോളം കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് അനലൈസ് ചെയ്യുന്നതാണ് ജോബ് കോസ്റ്റിംഗ്. The special feature of such job is that they may remain incomplete. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ വലിയ പ്രൊജക്റ്റാണ് സാധാരണ ജോബ് കോസ്റ്റിംഗ് എടുക്കുക. അതായത് കോൺട്രാക്റ്റ് ഒക്കെ ഇപ്പോൾ വലിയൊരു പ്രൊജക്റ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതിനൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് എടുക്കുക. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഫിനിഷ് ആക്കാനായിട്ട് കുറേ ടൈം എടുക്കും. അപ്പോൾ എത്രത്തോളം നമ്മൾ ഇത്ര കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ അതൊരു ജോബായിട്ട് തിരിച്ചിട്ട് അതിന് എത്രത്തോളം എക്സ്പെൻഡിച്ചേഴ്സ് വന്നു എന്നുള്ളത് അനലൈസ് ചെയ്ത് നമ്മൾ കണ്ടുപിടിക്കും. ഇപ്പോൾ 3-4 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ ഒരു വർഷത്തേക്ക് എത്രത്തോളം ജോബ് കംപ്ലീറ്റ് ആയി, അതിന് എത്രത്തോളം എക്സ്പെൻഡിച്ചേഴ്സ് വന്നു, അങ്ങനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് അനലൈസ് ചെയ്യുക. അതിനൊന്നും നമുക്ക് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലത്തെ വർക്കല്ല. അതായത് സെയിം ഇതാണ്, അതായത് ഒരു ബ്രിഡ്ജ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ ബ്രിഡ്ജ് ഉണ്ടാക്കൽ തന്നെയാണ്, പക്ഷെ അതൊരു യൂണിറ്റ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. എത്ര യൂണിറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോഴൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഇനി അടുത്തത് എങ്ങനെയാണ് നമുക്ക് ജോബ് കോസ്റ്റിംഗ് ചെയ്യാൻ നോക്കാം. അതിനകത്ത് ഫസ്റ്റ് ജോബ് കോസ്റ്റിംഗ് മീനിങ് എങ്ങനെയാണ് മീനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ജോബ് കോസ്റ്റിംഗ് റെഫേഴ്സ് ടു ദി മെത്തേഡ് ഓഫ് അസർട്ടൈനിങ് കോസ്റ്റ് എ പ്രൊഡക്റ്റ് ഈസ് manufactured or service is provided against specific order as distinct from continuous production of stock or sale. ഇതെന്താ പറയുക വെച്ച് കഴിഞ്ഞാൽ ജോബ് കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ഒരു സ്പെസിഫിക് ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അതിൻ്റെ ഒരു സ്പെസിഫിക് ഓർഡറിനനുസരിച്ചുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിനും ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അതൊരു കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ ഓഫ് സ്റ്റോക്ക് ആൻഡ് സെയിലല്ല ജോബ് കോസ്റ്റിംഗ്. അതായത് ഒരേപോലത്തെ പ്രൊഡക്ഷനല്ല നടക്കുക, സെയിൽസും എല്ലാം നടക്കുക. ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതിനൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. കളക്റ്റഡ് ആൻഡ് റെക്കോർഡഡ് ഫോർ ഈച്ച് ജോബ്. ഓരോ ജോബിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബാച്ചിനനുസരിച്ചിട്ടാണ് നമ്മൾ എക്സ്പെൻസസ് എല്ലാം കളക്ട് ചെയ്യുന്നതും റെക്കോർഡ് ചെയ്യുന്നതും. എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെഷീൻ ടൂൾ മാനുഫാക്ചറർ ഓർ ആൻ ഓട്ടോമൊബൈൽ റിപ്പയർ ഷോപ്പ്. അവരൊക്കെ അതായത് ഓരോ ഇപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാ സർവീസ് നമുക്ക് ഒരേ മാതിരി അല്ല. അതായത് എല്ലാ ആൾക്കാർക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ഒരേ മാതിരി ആയിരിക്കില്ല, അതൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ആ ഒരു പണി തീർക്കുന്നതിന് എത്രത്തോളം മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് വന്നു, ലേബർ അവേഴ്സ് നമുക്ക് വന്നു, അതിനനുസരിച്ചുള്ള ഓവർ ഹെഡ്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോർഷൻ ചെയ്യാണ് ചെയ്യുക. അപ്പം അതിനൊക്കെ അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ്. കാരണം നമ്മൾ ചെയ്യേണ്ട സർവീസ് പല രീതിയിലായത് കാരണം നമ്മളവിടെ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ഡെഫിനിഷൻ ആൻഡ് ക്യാരക്ടേഴ്സ്. ICMA technology provides an excellent description of job costing and defines it as the form of specific order costing which applies where work is undertaken to customers. Special requirements, and each order is of comparatively short duration. The work is usually carried out within a factory or workshop and moves through process and operations as a continuously identifiable unit. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഓർഡറിനെ ആണ് നമ്മൾ കോസ്റ്റ് ചെയ്യുക. അല്ലാതെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെയിൽസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. ഒരു സ്പെസിഫിക് ഓർഡറിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഒരു കസ്റ്റമേഴ്സിൻ്റെ സ്പെഷ്യൽ റിക്വയർമെൻ്റ് അനുസരിച്ച്
ഒരു സ്പെസിഫിക് ഓർഡറിനാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുക. കമ്പാരിറ്റീവ്ലി ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും ഇതിൻ്റെ വർക്ക് ഉണ്ടാവുക. ഇതിൻ്റെ വർക്ക് സാധാരണഗതിയിൽ ഒരു ഫാക്ടറിയിൽ അല്ലെങ്കിൽ വർക്ക്ഷോപ്പിലായിരിക്കും നടക്കുക. അത് കണ്ടിന്യൂസ് ഒരു പ്രോസസ്സ് ഉണ്ടാവും, ഓപ്പറേഷൻസൊക്കെ ഉണ്ടാവും, പല പല പ്രോസസ്സും ഓപ്പറേഷൻസും ഉണ്ടാവും. ഇതിൻ്റെ സ്പെസിഫിക് ഫീച്ചേഴ്സാണ് റിലേറ്റിംഗ് ടു പ്രൊഡക്ഷൻ കോസ്റ്റ് അസർടൈൻമെൻറ്റ് ഇൻ ദി ഇൻഡസ്ട്രീസ് വേർ ജോബ് കോസ്റ്റിംഗ് ക്യാൻ ബി അപ്ലൈഡ്. ഒരു ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രീൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു യൂണിറ്റിൻ്റെ ക്യാരക്ടേഴ്സാണ് അടുത്തത് പറയുന്നത്. ഈ ജോബ് ഈസ് യൂണിക് ആൻഡ് സ്പെസിഫിക് ആൻഡ് ഡിസിമിലർ. ഓരോ ജോബും യൂണീക്കാണ്, സ്പെസിഫിക് ആണ്, ഒരേ സെയിം മാതിരിയല്ല, വ്യത്യസ്തമാണ്, എല്ലാം വ്യത്യസ്തമാണ്. ഒരു പ്രത്യേക രീതിയിലുള്ള ചെയ്യണതാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. കസ്റ്റമർ സ്പെഷ്യൽ റിക്വയർമെൻറ്റ്സ്, ഒരു കസ്റ്റമറുടെ സ്പെഷ്യൽ റിക്വയർമെൻറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ ജോബ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ് കണ്ടുപിടിക്കുക. അതായത് അത് ചെയ്യാൻ വേണ്ടി എത്ര കോസ്റ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് ജോബ് കോസ്റ്റിംഗ് യൂസ് ചെയ്തിട്ടാണ്. കമ്പാരറ്റീവ്ലി ഷോർട്ട് ഡ്യൂറേഷൻ ആയിരിക്കും, അതായത് ലോങ് പീരീഡിനകത്തേക്ക് ആയിരിക്കില്ല ജോബ് കോസ്റ്റിംഗ് ഉണ്ടാവുക. ജോബ് നമുക്ക് കുറച്ച് നേരത്തേക്കുള്ള ജോബ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ജോബ് കോസ്റ്റിംഗ് മെത്തേഡാണ് യൂസ് ചെയ്യുക. capable of identification at all stages of production. എല്ലാ സ്റ്റേജ് ഓഫ് പ്രൊഡക്ഷനും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള സാധിക്കണം. ജോബ് ഓർഡർ സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യണം. അതായത് കുറേ ജോബ്സ് ഉണ്ട്, കുറേ വ്യത്യസ്തമായിട്ടുള്ള ജോബ്സ് ഉണ്ട്. അതിനകത്ത് ഓരോ ജോബും നമുക്ക് സെപ്പറേറ്റ്ലി ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. അതായത് എല്ലാം കൂടെ ഒപ്പം ഉള്ള രീതിയിലായിരിക്കരുത് ജോബ് ചെയ്യുന്നത്, സെപ്പറേറ്റ് ആയിരിക്കണം. അടുത്തത് നോ യൂണിഫോമിറ്റി ഇൻ ദി ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഫ്രം ഡിപ്പാർട്ട്മെൻറ്റ് ടു ഡിപ്പാർട്ട്മെൻറ്റ്. ഓരോ ജോബിൻ്റെയും ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ ഡിഫറെൻ്റ് ആയിരിക്കണം. എല്ലാ ജോബും ഒരേ മാതിരിയാണെന്നുണ്ടെങ്കിൽ അത് യൂണിഫോം ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയി പോകും. അപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കണം ഫ്ലോ ഓഫ് പ്രൊഡക്ഷൻ. അടുത്തത് ഡയറക്റ്റ് കോസ്റ്റ് ഓഫ് ലേബർ മെറ്റീരിയൽസ് ആൻഡ് എക്സ്പെൻസസ് ആർ ബുക്ക് ഡയറക്റ്റ്ലി അഗെയിൻസ്റ്റ് ദി ജോബ് ഓർഡർ. ഓരോന്നിൻ്റെ എക്സ്പെൻസസും നമുക്ക് ഓരോ ജോബിനകത്തോട്ടുമായിട്ട് കറക്റ്റായിട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാ ഡയറക്റ്റ് കോസ്റ്റ് ലേബറും മെറ്റീരിയൽ, എല്ലാ ഡയറക്റ്റ് ലേബറും മെറ്റീരിയൽസും ആൻഡ് ഡയറക്റ്റ് എക്സ്പെൻസസും നമുക്ക് ഡയറക്റ്റ്ലി ഒരു ജോബിനകത്തോട്ട് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് സാധിക്കണം. ദെൻ ഓവർ ഹെഡ്സ് ആർ ചാർജ് ഓൺ ദി ബേസിസ് ഓഫ് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്സ്. ഓവർ ഹെഡ്സ് നമ്മൾ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിനനുസരിച്ചായിരിക്കണം ചാർജ് ചെയ്യേണ്ടത്. ഇതൊക്കെയാണ് ഒരു ജോബ് കോസ്റ്റിംഗ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രീൻ്റെ അല്ലെങ്കിൽ ഒരു കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ഓർഗനൈസേഷൻ്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ ആയിരിക്കണം. അടുത്തത് ആപ്ലിക്കബിലിറ്റി. ഈ മേലത്തുള്ള ഫീച്ചേഴ്സിൻ്റെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ സിറ്റുവേഷനിൽ നമുക്ക് അപ്ലൈ ചെയ്യാം, ജോബ് കോസ്റ്റിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ പ്രിൻറ്റിംഗ് പ്രസ്. പ്രിൻറ്റിംഗ് പ്രസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ സാധനവും പ്രിൻ്റ് ചെയ്യുന്നത് കോമൺ ആയിരിക്കില്ല. ഇപ്പം ന്യൂസ് പേപ്പറൊക്കെ ആണെങ്കിൽ ഓക്കെ, എല്ലാ ന്യൂസ് പേപ്പറും ഒരേ മാതിരി ആയിരിക്കും, ഒരേപോലത്തെ ഇതാണ് ഉണ്ടാവുക. പക്ഷെ അതല്ലാതെ ഒരു കോമൺ ആയിട്ടുള്ള നമ്മളെ ലോക്കലായിട്ടൊക്കെ ഉള്ള നമ്മളെ സ്വന്തം ടൗണിലുള്ള ഒരു പ്രിൻറ്റിങ് പ്രസ്, ഇപ്പോൾ അവിടെ പല പല സാധനങ്ങളായിരിക്കും പ്രിൻ്റ് ചെയ്യാനുണ്ടാവുക. ഫ്ലെക്സ് ഉണ്ടാകും, നോട്ടീസുകളുണ്ടാകും, അല്ലാതെ ബുക്സുകൾ പ്രിൻ്റ് ചെയ്യാനുണ്ടാകും, നമ്മളെ പ്രൊജക്റ്റുകൾ, റെക്കോർഡുകൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു പ്രിൻറ്റിങ് പ്രസ്സാണെന്ന് വിചാരിക്കുക. അവിടെ ഓരോന്നിനും ഓരോന്നാണ്, കാരണം അതിൻ്റെ പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അവിടെ ബുക്ക് പേജസ് പ്രിൻ്റ് ചെയ്യണം, പിന്നെ അത് ബൈൻഡ് ചെയ്യണം, കട്ട് ചെയ്യണം, ബൈൻഡ് ചെയ്യണം, അങ്ങനത്തെ ഓരോ കാര്യങ്ങളുണ്ട്. അതേമാതിരി ഇപ്പോൾ ഫ്ലെക്സ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മെറ്റീരിയൽ വേറെ ആയിരിക്കും, ബുക്കിൻ്റെ മെറ്റീരിയൽ ആയിരിക്കില്ല ഫ്ലെക്സിന്. അപ്പം അതൊക്കെ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് യൂണീക്ക് പ്രൊഡക്റ്റാണ്. ഓരോ സാധനം നമ്മൾ ചെയ്യുന്ന ഓരോ ജോബ്സും യൂണീക്കാണ്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ഗരാജ് ഈച്ച് കാർ ടു ബി പ്രിപ്പയർഡ് ഓർ ട്യൂൺഡ് അപ്പ് ബിക്കംസ് എ സെപ്പറേറ്റ് ജോബ്. ഇപ്പോൾ ഒരു കാറ് അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓരോ ആൾക്കാർക്കും ഓരോരോ കംപ്ലൈൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പം അവിടെ നമുക്ക് എല്ലാത്തിനും ഒരേ റേറ്റ്, എല്ലാത്തിനും ഒരേ മാതിരി നമുക്ക് കോസ്റ്റ് അപ്രോഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല, കാരണം ഓരോ ജോബും അവിടെ യൂണീക്കാണ്. അപ്പം അവിടെ നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് ഫർണിച്ചർ മാനുഫാക്ചറർ. എല്ലാ ആൾക്കാർക്കും ഒരേപോലത്തെ ഫർണിച്ചർ ആയിരിക്കില്ല. ചില ആൾക്കാർക്ക് ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള, അതായത് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടുള്ള വർക്ക്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർക്ക് ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആയിട്ടുള്ള വർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഈ സിമ്പിളായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, സിമ്പിളായിട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത്രയും കുറച്ച് വർക്ക് അതിനകത്ത്
അത്രയും കുറച്ച് ലേബർ അവേഴ്സേ അതിനകത്ത് ആവശ്യം വരുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും കുറച്ച് ജോബ് കോസ്റ്റ് അത്ര കുറച്ച് കോസ്റ്റ് ആ ജോബിനാവുള്ളൂ. പക്ഷെ അതല്ലാതെ ഭയങ്കര ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫർണിച്ചർ ആണെന്നുണ്ടെങ്കിൽ അതിന് അത്രത്തോളം അവേഴ്സ്, അത്രത്തോളം മെനക്കേടുണ്ട് അത് എടുക്കാനായിട്ട്. അപ്പോൾ അതിന് അത്രത്തോളം കോസ്റ്റ് ആകും. അപ്പം യൂണിറ്റ് കോസ്റ്റിംഗ് അതിനകത്ത് നടക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷനിലും നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് സർവീസ് ഓർഗനൈസേഷൻ സ്റ്റേഷൻസ്. അതായത് ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസ്, അതേമാതിരി ലോയേഴ്സ്, അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അവരും ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. കാരണം അവരുടെയൊക്കെ കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ് ഒക്കെ വേറെ വേറെ ആയിരിക്കും. ഇപ്പോൾ ലോയേഴ്സ് എന്ന് പറയുമ്പം എല്ലാവരുടെയും കേസസ് ഒരേമാതിരി ആയിരിക്കില്ല. എല്ലാവർക്കും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കേസസ് ആയിരിക്കും. എല്ലാവർക്കും പല പല പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരേമാതിരി ആയിരിക്കില്ല ചാർജസ് ഈടാക്കുന്നത്. അപ്പം അതിനൊക്കെ ഓരോ ജോബിനനുസരിച്ചായിരിക്കും ഡിഫറൻസ് ആയിരിക്കും ഉണ്ടാവും. അപ്പം അവിടെയും നമ്മൾ ജോബ് കോസ്റ്റിംഗ് ആണ് യൂസ് ചെയ്യുക. അടുത്തത് കൺസ്ട്രക്ഷൻ കമ്പനീസും ഇതേമാതിരി എല്ലാ ബിൽഡിങ്ങുകളും ഒരേമാതിരി ആയിരിക്കണമെന്നില്ല. എല്ലാ വീടുകളും ഒരേമാതിരി അല്ല ഉണ്ടാക്കുക. അപ്പം ഓരോ ഇതിനനുസരിച്ചിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള മെറ്റീരിയൽസ് എത്രത്തോളം നമുക്ക് കോസ്റ്റ് ആവുന്നുണ്ട് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കോസ്റ്റ് ആവുക, ഇൻകർ ചെയ്യുക. അപ്പം കൺസ്ട്രക്ഷൻ കമ്പനീസിന് നമ്മൾ ജോബ് കോസ്റ്റിംഗ് തന്നെയാണ് യൂസ് ചെയ്യുക. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൊസീജിയറാണ്. എങ്ങനെയാണ് നമ്മൾ ജോബ് കോസ്റ്റിംഗ് ചെയ്യാന്നുള്ളത്, ജോബിനനുസരിച്ചുള്ള കോസ്റ്റിംഗ് മെത്തേഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. അതിനകത്ത് ഫസ്റ്റ് എസ്റ്റിമേറ്റിംഗ് ദി ജോബ് കോസ്റ്റ്. എല്ലാത്തിൻ്റെയും ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളത് നോക്കും. ഇപ്പോൾ യൂണിറ്റ് കോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മളൊരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എത്രത്തോളം നമുക്ക് കോസ്റ്റ് ഇൻകർ ചെയ്തിട്ടുണ്ടെന്നുള്ളത് നോക്കും. അതേപോലെ തന്നെ ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോബ് കോസ്റ്റിംഗ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ജോബിനുള്ള കോസ്റ്റ് എത്രത്തോളം ഇൻകർ ചെയ്തു എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബിൽഡിങ്ങിനകത്തോട്ട് എത്രത്തോളം റോ മെറ്റീരിയൽസ് നമുക്ക് വേണ്ടി വന്നു, എത്രത്തോളം ലേബർ അവേഴ്സ്, എത്രത്തോളം ലേബർ കോസ്റ്റാണ് നമുക്ക് വന്നുള്ളത് നോക്കുക. അങ്ങനെ ഓരോ കോസ്റ്റുകളും നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാം. എത്രത്തോളം നമുക്ക് വരും, എത്രത്തോളം മെറ്റീരിയൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും, എത്രത്തോളം ലേബർ അവേഴ്സ് വേണ്ടി, എത്രത്തോളം ടൈം എടുക്കും, അതിനനുസരിച്ചെല്ലാം നമ്മൾ കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് അലോക്കേറ്റിംഗ് ദി ജോബ് ഓർഡർ നമ്പർ. ജോബ് ഓർഡർ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോബ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോബ് ഓർഡർ നമ്പർ കൊടുക്കുക. നമ്മളിപ്പോൾ ഒരു ജോബ് ഓഫർ നമുക്ക് കിട്ടി, ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാനുള്ളൊരു ഓഫർ നമുക്ക് കിട്ടി. അത് കിട്ടിക്കഴിയുമ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ അതിനൊരു ജോബ് ഓർഡർ നമ്പർ കൊടുക്കണം. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ വരുന്ന ഇത് റെഫറൻസ് നമ്പറായിട്ടാണ് എടുക്കുക. ഇപ്പോൾ നമ്മൾ ഒരു ജോലി മാത്രമാവില്ല ചെയ്യാം, പല പല കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ഒരു ഇതിന് വേണ്ടിയിട്ട് പെർട്ടിക്കുലർലി നമുക്ക് എത്രത്തോളം കോസ്റ്റ് ആയെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് മാതിരിയാണ് നമ്മൾ ജോബ് ഓർഡർ നമ്പർ വയ്ക്കുന്നത്. ആൻഡ് ദെൻ പ്രിപ്പയറിങ് പ്രൊഡക്ഷൻ ഓർഡർ. ഒരു പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ യൂഷ്വലി പ്രൊഡക്ഷൻ ഓർഡർ കൊടുക്കുക. അതിൻ്റെ ഒരു മോഡലാണ് താഴെ തന്നിട്ടുള്ളത്. ഇതിനകത്ത് എന്താണ് പ്രൊഡക്ഷൻ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്ഷൻ ഓർഡർ റെഫേഴ്സ് ടു ദി വർക്ക് ഓർഡർ or ജോബ് ഓർഡർ that constitutes a written authority to factory proceed with the job. ഇത് പ്രൊഡക്ഷൻ ഓർഡർ എന്ന് പറയുമ്പോൾ ഇതൊരു അതോറിറ്റി കൊടുക്കുന്നതിനെ സിംബലൈസ് ചെയ്യുന്നതാണ്. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫാക്ടറി ഒരു ബൾക്കായിട്ടൊരു ഓർഡർ കിട്ടുകയാണ്, ഒരു ബുക്ക് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഓർഡർ കിട്ടുകയാണ്. അപ്പം നമ്മൾ പ്രൊഡക്ഷൻ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള അനുവാദം ഓരോ ഓർഡർ കൊടുക്കുകയാണ് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട്, അതായത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് കൊടുക്കുകയാണ്. അതാണ് പ്രൊഡക്ഷൻ ഓർഡർ. എത്രത്തോളം ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, എത്ര മെഷീൻസാണ് യൂസ് ചെയ്യേണ്ടത്, ഏതൊക്കെ ആൾക്കാരെ ഏതൊക്കെ ലേബറേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നതാണ് പ്രൊഡക്ഷൻ ഓർഡർ. അടുത്തത് കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്. നമ്മൾ ആദ്യം കോസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യും, അതിന് ശേഷമാണ് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുക. അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ജോബ് ഓർഡർ നമ്പർ കൊടുക്കും. അതിനുശേഷം നമ്മൾ പ്രൊഡക്ഷൻ ഓർഡർ കൊടുക്കും. അതിനുശേഷമാണ് കളക്റ്റിംഗ് ആൻഡ് റെക്കോർഡിംഗ് കോസ്റ്റ്. ഇത് പ്രൊഡക്ഷൻ തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്കുണ്ടാകുന്ന ഓരോ കോസ്റ്റുകളും
റെക്കോർഡ് ചെയ്യും, സമ്മറൈസ് ചെയ്യുകയും വേണം. അത് മെറ്റീരിയൽസ്, ഡയറക്റ്റായിട്ട് വരുന്ന മെറ്റീരിയൽസ്, ലേബർ, ഓവർ ഹെഡ്സ് എല്ലാം നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് ഓരോന്ന് റെക്കോർഡ് ചെയ്തിട്ട് കാറ്റഗറൈസ് ചെയ്ത് വെക്കണം. അതാണ് 4th സ്റ്റെപ്പ്, കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് കോസ്റ്റ്. എന്താ ഒരു ഇപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് റോ മെറ്റീരിയൽസ് ഉണ്ടാവും, വർക്കിംഗ് പ്രോഗ്രസ് ഉണ്ടാവും. ഇപ്പം ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷത്തേക്കുള്ളതാണ്, അല്ല 1.5 വർഷത്തേക്ക് 2 വർഷത്തേക്കാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്ലോസിങ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതൊക്കെ ഉണ്ടാവും. ഇതെല്ലാം റെക്കോർഡൊക്കെ ചെയ്യണം. ഇതാണ് ജോബ് കോസ്റ്റ് ഷീറ്റ്. ഇതിനകത്ത് മെറ്റീരിയൽ കോസ്റ്റ് ഉണ്ട്, ലേബർ കോസ്റ്റ് ഉണ്ട്, ഫാക്ടറി ഓവർ ഹെഡ്സ് ഉണ്ട്. ഓരോ പ്രാവശ്യത്തെ ഡേറ്റ് ഇടുക, മെറ്റീരിയൽ എമൗണ്ട് എഴുതുക, മെറ്റീരിയൽ റിക്വസിഷൻ നമ്പർ എഴുതുക, എമൗണ്ട് എത്ര ഉണ്ടെന്ന് എഴുതുക. അതേമാതിരി ലേബർ കോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡേറ്റ്, അവേഴ്സ്, റേറ്റ്, എമൗണ്ട്. ഈ റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ അവർ റേറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് എമൗണ്ട് കിട്ടുക. അതേമാതിരി ഫാക്ടറി ഓവർ ഹെഡ്സ്, ഏത് ഡിപ്പാർട്ട്മെൻറ്റിലെ ഓവർ ഹെഡാണ് കിട്ടുന്നത്, എത്ര മണിക്കൂറുണ്ട്, റേറ്റ്, എമൗണ്ട്. ഇതാണ് ഒരു ഫോം ഓഫ് ജോബ് കോസ്റ്റ് ഷീറ്റിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇത്. അതിനനുസരിച്ചാണ് കോസ്റ്റ് ഷീറ്റ് ഉണ്ടാവുക. ഇതിനകത്ത് കോസ്റ്റ് സമ്മറി ഉണ്ട്, ടോട്ടൽ എത്രയാണെന്നുള്ള അതാണ് കോസ്റ്റ് സമ്മറി ഇതിനകത്ത് ഉണ്ടാവുക. ഈ ഫാക്ടറി ഓവർ ഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്, സെല്ലിംഗ് ഓവർ ഹെഡ് ഈ പോർഷനിലുള്ള ഡിപ്പാർട്ട്മെൻറ്റിനകത്തുള്ളതിനകത്താണ് വരിക. അതിൻ്റെ ടോട്ടലുകളായിട്ടാണ് വരിക. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കൊട്ടേഷനൊക്കെ വിളിച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ്, ടെൻഡർ വിളിച്ചിട്ടൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ എത്രത്തോളമാണ് എത്ര എക്സ്പെൻസ് ആണോ നമ്മൾ കോട്ട് ചെയ്തത്, ആക്ച്വലി അതിനകത്ത് എത്ര എക്സ്പെൻസ് വന്നു നോക്കുക. അതിൻ്റെ ഡിഫറൻസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്. ഇനി ജോബ് കോസ്റ്റിങ്ങിൽ നമുക്ക് സോഴ്സസ് ഓഫ് കളക്ഷൻ ഓഫ് ജോബ് കോസ്റ്റ്, ഓരോ ജോബിന് എത്രത്തോളം കോസ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ എവിടുന്ന് നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ഇൻഫോർമേഷൻസ്, ഡാറ്റ നമുക്ക് എവിടുന്ന് കളക്ട് ചെയ്യാൻ കിട്ടും എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ ഫസ്റ്റ് വൺ മെറ്റീരിയൽസിൻ്റെ ഇൻഫോർമേഷൻസ് നമ്മളൊക്കെ എവിടുന്നാണ് കിട്ടുക, മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് അല്ലെങ്കിൽ പർച്ചേസ് റിക്വസിഷൻ സ്ലിപ്പ് എന്നൊക്കെയാണ് നമുക്ക് മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കിട്ടുക. നമ്മൾ ഫസ്റ്റത്തെ തുടക്കത്തിലുള്ള യൂണിറ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പർച്ചേസ് റിക്വസിഷൻ ഉണ്ടാവുക, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടും മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവിടെയൊക്കെ കുറേ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്നത് പറഞ്ഞു. ആ ഡോക്യുമെൻറ്റ്സും റെക്കോർഡ്സും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ ജോബിൻ്റെ കോസ്റ്റും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കഴിയണം. അങ്ങനെ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് നമ്മൾ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്പ് വെച്ചിട്ട്, മെറ്റീരിയൽ അബ്സ്ട്രാക്ട്, മെറ്റീരിയൽ ഇഷ്യൂ അനാലിസിസ് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. അടുത്തത് വേജസിൻ്റെത്, അതും അതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ജോബ് കാർഡ്, വേജസിൻ്റെ വേജസ് കോസ്റ്റ് ഷീറ്റ് ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ്. അപ്പം അതിൽ നിന്നൊക്കെയാണ് നമുക്ക് വേജസ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് കിട്ടുക. അടുത്തത് ഡയറക്റ്റ് എക്സ്പെൻസസ്. എല്ലാ കോസ്റ്റുകൾക്കും നമ്മളെ ഒരു ക്യാഷ് എന്ത് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിലും അതിനെല്ലാം ബില്ലും വൗച്ചേഴ്സും ഇൻവോയ്സുകളൊക്കെ ഉണ്ടാവും. അപ്പം ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ ഡയറക്റ്റ് എക്സ്പെൻസസുകളും കണ്ടുപിടിക്കുന്നത്. അടുത്തത് ഓവർഹെഡ്സും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾക്ക് പ്രീ ഡിറ്റർമൈൻഡ് റേറ്റ്സിനകത്ത് നമ്മൾ അബ്സോർബ് ചെയ്യണം. അതായത് ഇപ്പോൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്സ്, പല ഫാക്ടറി ഓവർഹെഡ്സ് എങ്ങനെയാണ് അബ്സോർബ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. അതല്ലാതെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ടൈപ്പ് ഓഫ് ഓവർഹെഡ്സും നമ്മൾ അബ്സോർബ് ചെയ്യുന്നത് എങ്ങനെയാണ് പഠിച്ചു. അങ്ങനെ പ്രീ ഡിറ്റർമൈൻഡ് റേറ്റിനനുസരിച്ച് നമ്മൾ അബ്സോർബ് ചെയ്യാം ഓവർഹെഡ്സ്. അടുത്തത് കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ കോട്ട് ചെയ്തൊരു സ്പെസിഫിക് ജോബ് ആകുമ്പോൾ നമ്മൾ യൂഷ്വലി കോട്ട് ചെയ്യാണ് ചെയ്യുക. എത്രത്തോളം പ്രൈസിന് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും നമ്മൾ കോട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ അങ്ങനെ കോട്ട് ചെയ്യും. അതല്ലാതെ വേറെ നമ്മൾ തന്നെ സെറ്റ് ചെയ്യുന്ന കുറച്ച് സ്റ്റാൻഡേർഡുകൾ ഉണ്ടാവും. ഇത്ര കോസ്റ്റിനുള്ളിൽ നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റണം. അങ്ങനെ സ്റ്റാൻഡേർഡുകളുണ്ടെങ്കിൽ ആ സ്റ്റാൻഡേർഡുകളുമായിട്ട് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റുമായിട്ട് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യണം. അങ്ങനെ കമ്പയർ ചെയ്തിട്ട് എവിടെയൊക്കെ എന്തൊക്കെയൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് അതിന് ഫ്യൂച്ചറിൽ ഒരു റെഫറൻസ് ആയിട്ടൊക്കെയാണ് നമ്മൾ കൂട്ടുക. അതിപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ഒരു എക്സ്പെൻസും ഒക്കെ നമ്മൾ മീറ്റ് ചെയ്തു, എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആക്കിയതിൻ്റെതാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തതും ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് ആ ഡിഫറൻസ് വന്നത്, എങ്ങനെയൊക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം പരിഹരിക്കുക എന്നുള്ളതൊക്കെ നമ്മൾ നോക്കണം. അതാണ് ജോബ് കോസ്റ്റിൻ്റെ 5 സോഴ്സസ്. ഫസ്റ്റ് വൺ മെറ്റീരിയൽ, രണ്ടാമത്തെ വേജസ്,
വേജസിൻ്റെ സോഴ്സ് എവിടെ നമ്മൾ നോക്കി. പിന്നെ ഡയറക്റ്റ് എക്സ്പെൻസസ്, ഓവർ ഹെഡ്സ്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കമ്പയറിങ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. ഇതെന്താണ്? പ്രൊസീജിയർ ഫോർ ജോബ് കോസ്റ്റിംഗ്. ഫസ്റ്റ് കളക്ഷൻ ഓഫ് എസ്റ്റിമേറ്റിംഗ് ദി ജോബ് കോസ്റ്റ്. ജോബിന് എത്രത്തോളം കോസ്റ്റ് ആണെന്ന് എസ്റ്റിമേറ്റ് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റെപ്പ് അലോക്കേറ്റിംഗ് ജോബ് ഓർഡർ നമ്പർ. മൂന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പയറിംഗ് പ്രൊഡക്റ്റ് ഓർഡർ. നാലാമത്തത് കളക്ഷൻ ആൻഡ് റെക്കോർഡിംഗ് കോസ്റ്റ്. ഫിഫ്ത്ത് വൺ കമ്പയറിംഗ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. അടുത്തത് ഇവാലുവേഷൻ. ജോബ് കോസ്റ്റിങ്ങിൻ്റെ പർപ്പസ് എന്താണ്? ഒരു ജോബ് കോസ്റ്റിംഗ് ഇപ്പോൾ നമ്മളെല്ലാ കോസ്റ്റിംഗ് മെത്തേഡ്സിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കണം. അതേപോലെ തന്നെ വേറൊന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയണം. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ തന്നെ ഓവറോൾ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കിങ്ങും കോസ്റ്റ് കൺട്രോളുമാണ് മെയിൻ രണ്ട് പർപ്പസസ്. അത് തന്നെയാണ് ജോബ് കോസ്റ്റിംഗ്. ജോബ് കോസ്റ്റിംഗിൽ ഫസ്റ്റ് ഇത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ കഴിയണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാനായിട്ട് സാധിക്കണം. അതേമാതിരി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും ജോബ് കോസ്റ്റിംഗ് മാത്രമല്ല എല്ലാ മെത്തേഡ്സ് ഓഫ് കോസ്റ്റിങ്ങും കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യും. അതേമാതിരി ചെക്ക് ഓൺ ദി അക്യുറസി ഓഫ് ദി എസ്റ്റിമേറ്റ്സ്. നമുക്ക് എസ്റ്റിമേറ്റ്സ് എത്രത്തോളം അക്യുറേറ്റ് ആണ്, എത്രത്തോളം റിലയബിൾ ആണ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ജോബ് കോസ്റ്റിംഗ് വെച്ചിട്ട്. അത് തന്നെയാണ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ് വിത്ത് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഓർ വിത്ത് ദി കോസ്റ്റ് ഓഫ് സിമിലർ ജോബ്സ് കംപ്ലീറ്റഡ് ഇൻ ദ പാസ്റ്റ് and helps to bring the light in inefficiencies that might have occurred in the course of production. നേരത്തെ അതേ പോയിന്റ് തന്നെയാണ്. അതായത് ഇപ്പോൾ ആക്ച്വൽ കോസ്റ്റും എസ്റ്റിമേറ്റഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസസ് നോക്കുക. അതേമാതിരി പാസ്റ്റിൽ നമ്മൾ സിമിലർ ആയിട്ടുള്ളൊരു ജോബ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ഇതിനകത്തും തമ്മിലുള്ള ഡിഫറൻസസ് എവിടെയെങ്കിലും നമുക്ക് ഇൻഎഫിഷ്യൻസീസ് വന്നിട്ടുണ്ടോ, അതെന്തുകൊണ്ടാണ് വന്നത്, അടുത്ത പ്രാവശ്യം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കാം. അതേമാതിരി ജോബ് കോസ്റ്റിംഗ് സെപ്പറേറ്റ്സ് പ്രോഫിറ്റബിൾ ജോബ്സ് ഫ്രം അൺപ്രോഫിറ്റബിൾ വൺസ്. ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ നമുക്ക് ലാഭകരമായിട്ടുള്ള ജോബ് ഏതാണെന്ന് നോക്കാം. പ്രോഫിറ്റ് കിട്ടാത്തതും ആയിട്ട് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതേമാതിരി ഒരു കോൺട്രാക്റ്റ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണോ അതോ റിജക്റ്റ് ചെയ്യണോ, അതൊക്കെ നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട്, അതായത് നമുക്ക് എത്രത്തോളം കോസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യാം, എത്രത്തോളം കോസ്റ്റ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയും, അതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ ഇതേപോലത്തെ ഒരു കോൺട്രാക്റ്റിൻ്റെ ഓരോ ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്യണോ അത് വേണ്ടയോ എന്നുള്ളതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ജോബ് കോസ്റ്റിങ്ങിന് മെയിൻ ആയിട്ടുള്ള ഡ്രോബാക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഇൻവോൾവ്ഡ് ഇൻ ദി പേപ്പർ വർക്ക് ഈസ് ഇൻ എസ്റ്റിമേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ഡിസൈനിങ് ദി ഷെഡ്യൂൾ ഓഫ് പ്രൊഡക്ഷൻ. പേപ്പർ വർക്ക്, അതായത് ഇപ്പം ജോബ് കോസ്റ്റിങ്ങും എല്ലാ കോസ്റ്റിങ്ങും കുറേ എസ്റ്റിമേഷൻ ഉണ്ട്. എസ്റ്റിമേഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓവർ ഹെഡ്സും എല്ലാ കാര്യങ്ങളും ഓവർ ഹെഡ്സ് അബ്സോർപ്ഷൻ എല്ലാത്തിനും നമ്മൾ എസ്റ്റിമേഷനാണ്. അത് നമ്മുടെ എക്സ്പെക്റ്റേഷനാണ്. ഇങ്ങനെ ഉണ്ടാവും, ഇത്രത്തോളം കോസ്റ്റ് നമുക്ക് ഇൻകർ ചെയ്യും, ഇത്രത്തോളം ഓവർ ഹെഡ്സ് നമുക്ക് അബ്സോർബ് ചെയ്യാം, ഇത്രത്തോളം കോസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് ഇത്രത്തോളം പ്രൈസ് നമ്മൾ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടും. ഇതെല്ലാം ഒരു എക്സ്പെക്റ്റേഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതാണ്. അങ്ങനെ തന്നെ ആയിക്കൊള്ളുന്ന ഒരു നിർബന്ധമില്ല. അപ്പം അതാണ് ഒരു മെയിൻ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. അതായത് ഒരു എന്താ പറയുക, എസ്റ്റിമേഷൻ്റെ പുറത്തുള്ള കാര്യമായതുകൊണ്ടുള്ളൊരു ഡ്രോബാക്കാണ് ഇതിനകത്ത് വരുന്നത്. അതാണ് യൂണിറ്റ് 3 ജോബ് കോസ്റ്റിംഗ്. താഴെ പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് മേലുള്ള ജോബ് കോസ്റ്റ് ഷീറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക അതിനനുസരിച്ചുള്ളതാണ് ഇത്. മേലത്തെ ബാക്കിയുള്ള യൂണിറ്റ് കോസ്റ്റിങ്ങിൻ്റെ അതേപോലെ തന്നെയാണ്. അതായത് ഡയറക്റ്റ് മെറ്റീരിയൽസ്, ഡയറക്റ്റ് വേജസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്, ഇത് മൂന്നും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം കോസ്റ്റ് കിട്ടും. പിന്നെ മെഷീൻ എക്സ്പെൻസസ്, ഫാക്ടറി ഓവർ ഹെഡ്സ്, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓവറോൾ ഫാക്ടറി ഓവർ ഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറി കോസ്റ്റ് കിട്ടും. അതേപോലെ തന്നെ ഓഫീസ് ഓവർ ഹെഡ്സ്, ഓഫീസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓവർ ഹെഡ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടും. മൂന്നാമത്തത് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ്. അപ്പോൾ എന്താണ് കിട്ടുക? കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. അത് അപ്പോഴാണ് നമുക്ക് എന്ത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അവസാനത്തെ സ്റ്റേജിലാണ്. അതൊക്കെ സെയിം തന്നെയാണ്. മറ്റേത് യൂണിറ്റ് കോസ്റ്റിംഗ് ആകുമ്പോൾ ഓരോ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക, അതാണ് കളക്ട് ചെയ്യുക, അതാണ് നമ്മൾ കോസ്റ്റ് ഷീറ്റിൽ നോക്കുക. ഇവിടെ ജോബ് കോസ്റ്റിംഗ് ആകുമ്പോൾ
ഒരു ജോബിന് എത്രത്തോളം മെറ്റീരിയൽസ് യൂസ് ചെയ്യേണ്ടി വന്നു, എത്രത്തോളം വേജസ് നമ്മൾ ലേബറേഴ്സിന് കൊടുക്കേണ്ടി വന്നു, അതാണ് നോക്കുക. ബാക്കിയൊക്കെ സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. ഓവർഹെഡ്സ്, ഇവിടെയും ഓവർഹെഡ്സ് അപ്പോർഷൻ ചെയ്യുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഫാക്ടറി ഓവർഹെഡ്സ് ഇത് ഡയറക്റ്റ് വേജ് മെത്തേഡാണ്. എത്രത്തോളം റേറ്റിലാണ് കൊടുക്കുന്നത് അതൊക്കെ സിമിലർ ആയിട്ടുള്ളത് തന്നെയാണ്. അപ്പം അതാണ് യൂണിറ്റ് 13 ജോബ് കോസ്റ്റ്. താങ്ക് യു.